ഹായ് ഗൈസ്, ഗുഡ് മോർണിംഗ്. ഇൻഡിപെൻഡൻസ് ഡേ ആയതുകൊണ്ട് ഞാനൊരു എത്നിക് വെയർ തന്നെ ഇടാമെന്ന് വെച്ചു. ഒരു കുർത്ത ഇട്ടതാണ്. ഇങ്ങനെയുണ്ട്, അടിപൊളിയല്ലേ? നമുക്ക് താഴോട്ട് ഫ്ലാറ്റിൻ്റെ താഴെ പോയി അവിടെ എന്തൊക്കെയാണ് സെറ്റപ്പ് എന്ന് നോക്കിയിട്ട് വരാം. ഇവിടെ കുറച്ച് ആൾക്കൂട്ടമൊക്കെ വന്നിട്ടുണ്ട്. ഫ്ലാഗ് ഹോയിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഞങ്ങൾ രാവിലെ വിളിച്ചായിരുന്നു, മെസ്സേജ് ഗ്രൂപ്പിലിട്ടായിരുന്നു. അപ്പോൾ ജസ്റ്റ് ഒന്ന് പോവാം, നമുക്ക് എന്തൊക്കെയാണ് അവിടുത്തെ പരിപാടികളെന്ന് നോക്കാം. ഒരുപാട് പേര് വന്നിട്ടുണ്ട്. ഇതൊരു അപൂർവ സംഘമാണ്. നോർത്ത് ഇന്ത്യൻസ്, സൗത്ത് ഇന്ത്യൻസ് എല്ലാവരും ഒരുപോലെ ആഘോഷിക്കുന്ന ദിവസമാണ്. അപ്പോൾ നമ്മുടെ 79th ഇൻഡിപെൻഡൻസ് ഡേയുടെ ഫ്ലാഗ് ഹോയിസ്റ്റിംഗ് ഇപ്പം നടക്കും. ഫ്ലാഗ് മേളിലെത്തിയിട്ടുണ്ട്. താഴെ നിന്ന് ഇപ്പം കുറച്ച് പേര് നിൽപ്പുണ്ട്. ഓക്കെ, ഇപ്പോൾ ജസ്റ്റ് നമുക്കിപ്പോൾ കാണാം നമ്മുടെ ഇന്ത്യയുടെ ഫ്ലാഗ്. വളരെ നല്ല കാറ്റുമുണ്ട്, നല്ലൊരു ആംബിയൻസുമാണ്. അപ്പോൾ ആ ഒരു ആംബിയൻസിൽ തന്നെ നമുക്കിത് ചെയ്യുമ്പോൾ കിട്ടുന്നൊരു ഫീല് വ്യത്യാസമാണ്. നമുക്കിതാ എല്ലാവരും ജനഗണമന പാടുവാണ്. വാവ്, നൈസ് അല്ലേ? കാറ്റിലാടുമ്പോൾ എന്ത് ബ്യൂട്ടിഫുൾ ആണെന്ന് നോക്കി. സൂപ്പർ അല്ലേ? നല്ലൊരു മോർണിംഗിൽ വന്ന് ചെയ്യുമ്പോൾ നല്ലൊരു ആംബിയൻസ് ആണ് ഇവിടെ കിട്ടുന്നത്. പിന്നെ ചില കലാപരിപാടികളുണ്ടായിരുന്നു. സീനിയർ സിറ്റിസൻസിൻ്റെ ഒരു സോങ് ഉണ്ടായിരുന്നു. അത്യാവശ്യം നല്ല ഇവൻറ്റ്ഫുൾ ഓർഗനൈസേഷൻ ആയിരുന്നു. ഇവിടെ ഉള്ള ഒരു ഈവൻസിനോട് കൂടുതൽ ഇൻട്രസ്റ്റ് ഉണ്ട്. പിന്നെ ഞാൻ പിള്ളേരുടെ 1-2 ഡാൻസ് പ്രോഗ്രാം എടുത്തിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഫേസ് കാണിക്കാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. അവിടെ ഒരു പ്രൈവറ്റ് സെക്യൂരിറ്റി വെച്ചിട്ട് നമുക്കിങ്ങനെ ചെയ്യുന്നത്. അതുകൊണ്ട് ഞാനത് ഫേസ് ഒന്ന് ജസ്റ്റ് ഒന്ന് നിങ്ങളെ കാണിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് സ്മൈലി വെച്ചത്. ഒരു അടിപൊളി ആംബിയൻസ് ആയിരുന്നു. നല്ല പിള്ളേരെല്ലാവരും എൻജോയ് ചെയ്തു. എല്ലാവരും കൂടെ ഇൻഡിപെൻഡൻസ് ഡേക്ക് ഒരുമിച്ചൊന്ന് കളിക്കുന്ന കാണാൻ നല്ല ഭംഗിയാണ് എല്ലാം. പിന്നെ ഒരു കൊച്ചിൻ്റെ ഒരു സ്പീച്ച് ഉണ്ടായിരുന്നു. അത് അത്യാവശ്യം നല്ലൊരു സ്പീച്ചായിരുന്നു കേട്ടോ. പുള്ളി നന്നായിട്ട് പറഞ്ഞായിരുന്നു. നമുക്ക് സ്കൂളിലൊക്കെ നമ്മൾ പണ്ട് എലക്യൂഷനൊക്കെ പറയുമ്പോൾ പോലെ ഉള്ളൊരു സിമിലാരിറ്റി ഉണ്ടായിരുന്നു. ഒരു പാരഗ്രാഫ് ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷനും ഇന്ത്യയുടെ നമ്മുടെ ഹിസ്റ്ററി എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടൊരു നല്ലൊരു സ്പീച്ചായിരുന്നു. അത് നല്ല രസമുണ്ടായിരുന്നു.